തൊഴുത്ത് നിർമ്മാണത്തിന് പണം അനുവദിക്കുന്നതിന് പഞ്ചായത്ത് താൽക്കാലിക ജീവനക്കാരൻ പണം വാങ്ങിയതായാണ് പരാതി. പാലക്കാട് കൊടുമ്പ് പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷാഫി ഖുറൈഷിക്കെതിരെയാണ് ആരോപണം. GST ബിൽ ശരിയാക്കാൻ എന്ന പേരിൽ 17 പേരിൽ നിന്നാണ് 10,000 രൂപ വീതം കൈപ്പറ്റിയത്. ഓംബുഡ്സ്മാന് പരാതി നൽകിയതിനെ തുടർന്ന് പണം തിരികെ നൽകി. ഞങ്ങൾക്ക് അതേ തന്നിട്ടുള്ളൂ. പഞ്ചായത്തിൽ നിന്ന് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന് കൊണ്ടുവന്ന് തന്നു. ഞങ്ങളത് പ്രകാരം കെട്ടുകയും ചെയ്തു. കെട്ടി കഴിഞ്ഞിട്ടാണ് GST ബില്ലിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങളിത് പൈസ കൊടുത്തത്. ഞങ്ങൾ വെറുതെ ഫോൺ ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ 1 മാസം 10 ദിവസം 1 മാസം എന്ന് പറയും. അപ്പം ഞങ്ങൾ വേറെ ഒന്നും നടപടി എടുക്കാനൊന്നും പോയില്ല. പിന്നെ ഒരിക്കൽ ഗ്രാമസഭയിൽ പോയി. ഗ്രാമസഭയിൽ പോയപ്പോൾ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രസിഡന്റും പറഞ്ഞു 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ശരിയായി കിട്ടും പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് കിട്ടണില്ല കണ്ടപ്പോഴാണ് സെക്രട്ടറിക്ക് ഒരു പരാതി, പ്രസിഡന്റിനും സെക്രട്ടറിക്കും രണ്ടാൾക്കും പരാതി കൊടുത്തു. ഇതിൽ വലിയൊരു പങ്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് പ്രസിഡന്റും ഇതിൽ പങ്കുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അവർ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും തടി ഊരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ BJPയുടെ പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാം വിളിച്ചു വരുത്തി പഞ്ചായത്തിനുള്ളിൽ വെച്ചിട്ട് ഒരു ലെറ്റർ തയ്യാറാക്കി. ഈ പൈസ ഷാഫി തിരിച്ചു കൊടുത്തിട്ട് ഇവർക്ക് യാതൊരു പരാതിയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം നടത്തിക്കൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് BJP വിജിലൻസിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരൊരു പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു, അതായത് തൊഴുത്ത് പണിയാനുള്ള ഒരു പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഞങ്ങൾ തൊഴുത്ത് പണിതു. ഞങ്ങൾക്ക് ഏകദേശം അതൊരു 1.5 ലക്ഷം രൂപയായി ആ തൊഴുത്ത് പണിയാൻ. അപ്പോൾ ഈ നിങ്ങൾ തൊഴുത്ത് പണിത എത്ര പൈസയാണോ അത് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന്, അതൊരു പദ്ധതിയാണല്ലോ, തൊഴുത്തിൻ്റെ പദ്ധതിയാണ്, ആ പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ പൈസ തരുമല്ലോ, അതിനനുസരിച്ച് ഞങ്ങൾ തൊഴുത്ത് പണിയുകയും ചെയ്തു. അതിനുശേഷം അവർ ഒരു മാസം ഏതാണ്ട് 1-2 മാസം കഴിഞ്ഞ ശേഷം അവർ GST ബില്ല് വേണം എന്ന് പറഞ്ഞ് അത് ശരിയാക്കണം, എന്നാലേ നിങ്ങളുടെ പൈസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു 10,000 രൂപ. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ പദ്ധതി? ഈ പദ്ധതിയെക്കുറിച്ച് ഈ നാട്ടുകാർ പറയുന്നത് എന്താണ്? ഈ താൽക്കാലിക ജീവനക്കാരൻ കൈപ്പറ്റിയ പണം തിരിച്ചു കൊടുക്കുന്നതോടെ ഈ കൈക്കൂലി പരാതി ഇല്ലാതാകുമോ? തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഒരിക്കലും ഇത് ഇല്ലാതാകുന്നില്ല. അതായത് ഓംബുഡ്സ്മാനാണ് പരാതി നൽകിയത്. ഈ പരാതിയിൽ പറയുന്നത് ഈ ഓരോ വീടുകൾക്കും കൊടുമ്പ് പഞ്ചായത്ത് ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. പഞ്ചായത്തുകൾക്ക് വീടുകൾക്ക് തൊഴുത്ത് നിർമ്മിക്കുന്ന അതിൻ്റെ ഭാഗമായി ഏകദേശം 1 ലക്ഷം രൂപയോളം തൊഴുത്തിന് വായ്പയുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോടിന് 40,000 ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള കോഴിക്കോട്, ആട്ടിൻകൂടി ഇതൊക്കെ നിർമ്മിക്കുന്നതിനായി പണം അനുവദിക്കുക, അതാണ് ഈ പദ്ധതി പ്രകാരം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ തൊഴുത്ത് നിർമ്മാണത്തിനായി പ്ലാൻ നൽകി തൊഴുത്ത് നിർമ്മിച്ചു. അത് കഴിഞ്ഞ് ഇവർക്ക് പണം കിട്ടാത്ത ഒരു അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് GST ബിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫണ്ട് പാസ്സാവാത്തത് എന്നുള്ള കാര്യമാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് വ്യക്തമായത്. ഇതിൽ ഷാഫി ഖുറൈഷി അദ്ദേഹം പറഞ്ഞത് താൻ 10,000 രൂപ തന്നാൽ, ഇതിൻ്റെ ഒരു ചെറിയ ശതമാനം പണം തന്നാൽ GST ബില്ല് തരപ്പെടുത്തി തരാം, അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞാണ് ഈ പണം വാങ്ങിയത്. ഏകദേശം ഒരു 3 വർഷത്തോളമായി പിന്നീട് GST ബില്ലും ശരിയായില്ല. ഇവർക്ക് പണം ഇവർക്ക് ഈ തൊഴുത്തിന്റെ പണം ലഭിച്ചുമില്ല. അങ്ങനെയാണ് ഇവർ ഓംബുഡ്സ്മാൻ 17 പേരുണ്ട്. അവർക്ക് ചിലരിൽ നിന്ന് 10,000 വാങ്ങിയിട്ടുണ്ട്, ചിലരിൽ നിന്ന് 4,000 വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പലരിൽ നിന്നും പല തുക വാങ്ങിയിട്ടുണ്ട്. GST ബില്ല് ശരിയാക്കി തരാം എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ ഈ പണം വാങ്ങിയത്. എന്നാൽ അതിനുശേഷം ഓംബുഡ്സ്മാനിൽ പരാതി നൽകുകയും ഓംബുഡ്സ്മാൻ അന്വേഷണം നടത്തുകയും അതിൽ പഞ്ചായത്തിലെത്തി ഈ പരാതിക്കാർക്ക് 17 പേർക്കും പണം തിരികെ നൽകി അതിൻ്റെ ഒരു രസീത്, അത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ അനധികൃതമായി വാങ്ങിയ പണം തിരികെ നൽകി അതിനൊരു രസീത് എഴുതുന്ന ഒരു രീതിയൊക്കെ കാണുന്നത്. സ്വാഭാവികമായും ഇത് വിജിലൻസിന് കൈമാറും, അല്ലെങ്കിൽ വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടാകും, കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലൊരു ഇപ്പോൾ സാധാരണ നടപടികൾ സ്വീകരിക്കട്ടെ, ഇത്തരക്കാരൊക്കെ നിയമത്തിന്റെ കുരുക്കിൽപ്പെടട്ടെ എന്ന് തന്നെ പറയാനുള്ളൂ.